അതിരുകളില്ലാത്ത ആരവങ്ങൾ നിലയ്ക്കാത്ത വേദി ഇത് റെഡ് കാർപ്പറ്റ്. ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ദ വെരി ബ്യൂട്ടിഫുൾ പ്രിയങ്ക സ്വാഗതം ചെയ്യുന്നു. സോ ചേച്ചി, മലയാളികളുടെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആൾക്കാരുടെയൊക്കെ സ്നേഹം ഒരുപോലെ അനുഭവിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആ സമയത്ത് വിചാരിക്കുന്നുണ്ടാവും ഒരു തമിഴ് പൊണ്ണാണോ എന്നല്ലേ, മലയാളിയല്ല ഇവരൊരു തമിഴാണ് എന്നൊക്കെ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് ഈ അടുത്ത കാലത്ത് വരെ ഞാൻ ആ ചോദ്യം ഒരുപാട് നേരിട്ടിട്ടുണ്ട്. മലയാള സിനിമ ലൊക്കേഷനിൽ പോലും പലരും എൻ്റെ അടുത്ത് വന്നിട്ട് തമിഴിലൊക്കെ സംസാരിക്കും. നീங்க തമിഴ് പൊണ്ണാ? തമിഴ് പൊണ്ണാന്നല്ല, ശരിക്കും അവരങ്ങ് ഉറപ്പിച്ചു. ഞാൻ ആദ്യത്തെ സിനിമ വെയിലായിരുന്നല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തമിഴിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇവിടെ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ധാവണിയും രക്തജടയൊക്കെ ഇട്ട് വരുമ്പോ മലയാള സിനിമയിലേക്ക് കിച്ചാമണി MBBS എന്ന സിനിമയിലാണ് അത് നമ്മുടെ സുരേഷ് സാറാണ്. അപ്പോൾ തമിഴ് കഴിഞ്ഞ് അത്രയും വലിയൊരു ഹിറ്റ് സിനിമ കഴിഞ്ഞ് മലയാളത്തിലേക്ക് ഒരു ക്ഷണം വന്നു, അതും വലിയൊരു ടീമിന്റെ കൂടെ. അതിന്റെ വിശേഷങ്ങൾ പറയും. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു, വലിയ സന്തോഷമായിരുന്നു സുരേഷ് ചേട്ടൻ്റെ കൂടെ. ഒരുപക്ഷെ സിനിമയിൽ വരണതിനൊക്കെ മുന്നേ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ, വളരെ അടുത്ത് കാണുന്ന, സംസാരിച്ചിട്ടുള്ള. അതിന് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ അത്രയും ആരാധനയും സ്നേഹത്ര ഭയങ്കര കാര്യമായിട്ടാണ് അതിനു മുന്നേയൊക്കെ നമ്മളോട് പെരുമാറുന്നത്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അതിനുശേഷം മലയാളത്തിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു അല്ലേ? വിലാപങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞ സിനിമ, എനിക്ക് തോന്നുന്നു അപ്പോഴാണ് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു വാല്യൂ എല്ലാവരും മനസ്സിലാക്കിയ ഒരു വർഷം ഉണ്ടായിരുന്നു അല്ലേ? കാരണം അതിന് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. അതിനേക്കാളും ഞാൻ വിചാരിക്കാം അതൊരു വലിയ അംഗീകാരമാണ്. TV ചന്ദ്രൻ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റി, ആ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി എന്നൊക്കെ എത്ര വലിയൊരു ലെജൻഡിന്റെ സിനിമകളാണ്. ഞാൻ അതിന്റെ തൊട്ടടുത്ത സിനിമ അദ്ദേഹത്തിന്റെ ഭൂമി മലയാളത്തിൽ ഞാനൊരു അത്ലറ്റിന്റെ റോള് ചെയ്തു. എത്ര വലിയ ഭാഗ്യമാണ് ആ സമയത്തൊക്കെ തേടി വന്നിരുന്നതെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. പ്രിയങ്ക ചേച്ചിയുടെ ക്യാരക്ടറിൽ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടോ? എല്ലാത്തിൻ്റെയും എക്സ്ട്രീം ലെവലാണ് ഞാൻ. അത് ഇമോഷൻ, എന്ത് ടൈപ്പ് ഓഫ് ഇമോഷൻ ആണെങ്കിലും അത്ര പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. ആ വലിയ ദേഷ്യം വരുന്നത് എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും. പക്ഷെ അത് ഇങ്ങനെ ദേഷ്യപ്പെടും, വന്നു ഇങ്ങനെ ഫാമിലിയെ കുറിച്ചിട്ട്, അതായത് അച്ഛനാണ് കൂടുതൽ എപ്പോഴും ലൊക്കേഷനിലൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുള്ള അച്ഛനെയാണ്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് പ്രിയങ്ക ചേച്ചിയുടെ കരിയറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അച്ഛൻ്റെ ലൈഫ് ശരിക്കും ലൈഫിൻ്റെ മുക്കാലം എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണം. പക്ഷെ അവർക്ക് സന്തോഷമാണത്. വീട്ടിൽ അനിയത്തി ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ കൂടെ വരാൻ പറ്റണുണ്ടായിരുന്നില്ല. ബേബി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും പേര് മറന്നു. അപ്പൂന്ന് വിളിക്കാം. നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണ് എന്നറിയണ്ടേ? അത് പാട്ടാണോ ഡാൻസ് ആണോ, നേരത്തെ പറഞ്ഞ പോലെ മിമിക്രി ആണോ, ഒന്നും അറിയില്ല. ജസ്റ്റ് നമുക്കൊരു വീഡിയോ കാണാം, ആരാണ് എന്താണ് എന്നൊക്കെ. ഓക്കെ, റെഡി? എൻ്റെ പേര് രേവതി യേസൻ. ഞാൻ പാലക്കാടിൽ കണ്ണാടി ഹയർ സെക്കൻഡറി പ്ലസ് വിദ്യാർത്ഥിയാണ്. ഹോബി ഡാൻസാണ്. ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം പ്രാക്ടീസ് ചെയ്യുന്നു. അച്ഛൻ ശിവകുമാർ, എൻ്റെ അമ്മ സംഗീത, എൻ്റെ അനിയത്തി, ഇതെൻ്റെ അനിയൻ, ഇതെൻ്റെ കമലപ്രിയ, എൻ്റെ മനക്കൂട്ടൻ. മോളുടെ കഴിവുകൾ മനസ്സിലാക്കി അമൃത TV റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിലേക്ക് അവസരം തന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരുടെയും പ്രാർത്ഥനയും അമൃത TVക്കും അതിലെ അണിയറ പ്രവർത്തകർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ റെഡ് കാർപ്പറ്റിലെ ഇന്നത്തെ മിടുക്കിയായിട്ടുള്ള ഒരു കലാകാരിയാണ് വരാൻ പോകുന്നത്. ഡാൻസിന് ഒരുപാട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഡാൻസ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കലാകാരിയാണ്. നമുക്ക് വിളിക്കാം അല്ലേ? ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു രേവതി. രേവതി, സുഖാണോ? സുഖം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണു. രേവതി ഇന്ന് മോഹിനിയാട്ടാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? മോഹിനിയാട്ടാണോ ഏറ്റവും ഇഷ്ടം? മോഹിനിയാട്ടാണ്. രേവതിക്ക് ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് അല്ലേ? ഈ ചേച്ചിയുടെ അടുത്ത് എന്താ ചോദിക്കാനുള്ള, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ TV കാണാറുണ്ട്. അയ്യോ, ഒരുപാട് സന്തോഷം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാട്ടാണോ ഡാൻസ് ആണ് ഏറ്റവും ഇഷ്ടം? അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഞാൻ TV കാണുമ്പോ ഉള്ള ഡാൻസാ കാണണത്. ഞാൻ ഒരുപാട് മോഹിനിയാട്ടം കളിക്കണ്ട്, ഭരതനാട്യം കളിക്കും. സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കാണാറുണ്ടോ? ഇഷ്ടമാണ്. അതെന്താ
മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഡപ്പം പാടില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. ശരി. ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മതിൽ ഡാൻസ് ലീഗില് കളിച്ചിട്ടുണ്ടായിരുന്നു. കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ശരി. ഈ സമ്മാനമൊക്കെ കിട്ടിയിട്ട് അതൊക്കെ എവിടെയാ, വീട്ടിലെവിടെയാ വെച്ച്? ഫുൾ ഷോക്കേസ് നിറച്ചു സമ്മാനം കൊണ്ട് അല്ലെ? ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു സമ്മാനം തരും, അതും ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവയ്ക്കണം കേട്ടോ. ഓക്കെ. ഈ മോഹിനിയാട്ടത്തിന്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ നിക്കുമ്പോ കുറെ നേരം നിക്കുമ്പോ ഇങ്ങനെ മടുക്കോ? ഇല്ല. പിന്നെ ഒരു മിസ് കേരളയായി പങ്കെടുത്തു. അതെന്താ, അതിനെ കുറിച്ചൊന്ന് പറയൂ. ടിവിയിലൊക്കെ എല്ലാ ചാനലും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം പങ്കെടുത്ത് ഇന്ത്യയാണ് ഈ ഡ്രസ്സിലാണ് കളിച്ചിരിക്കുന്നത്. ഈ ഡ്രസ്സിലാണ് അവിടെ കളിച്ചത്. അതെ, അവിടെ കളിച്ചു. അങ്ങനെ അവരെല്ലാരും ഇഷ്ടപ്പെട്ടു. മിസ് കേരള അവാർഡ് തന്നു. എല്ലാം ഭയങ്കര സന്തോഷായിരുന്നു അല്ലേ? കൂടെ വന്നിരിക്കുന്ന ആരാ? അച്ഛനും അമ്മയും ചെറിയച്ഛനും. ചെറിയച്ഛൻ ചെമ്പേ കോറില പാട്ട് പഠിക്കുന്നത്. അപ്പൊ അച്ഛൻ ബാക്കി അച്ഛൻ പറയൂ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. അച്ഛനും അമ്മയ്ക്കും ചെറിയച്ഛനും ഒക്കെ. അച്ഛാ പറയൂ, മോളുടെ വിശേഷങ്ങളും പറയൂ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഓക്കെ. എത്താൻ പറ്റിയതിലും മോളെ ആയിട്ടുള്ള പരിചയപ്പെടുത്താൻ സാധിച്ചതിലും വളരെ സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം. മോള് സ്വന്തമായിട്ട് ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ക്ലാസ് ടീച്ചറിനായിരുന്ന നേരത്തെ പഠിപ്പിച്ച 4ാം ക്ലാസ്സിലത്തെ ടീച്ചർ, ജാൻസി ടീച്ചറാണ്, തുടങ്ങി സ്കൂൾ കലോത്സവ വേദിയിൽ പങ്കെടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ഹൈസ്കൂൾ ലെവലിൽ വന്നതിന് ശേഷമാണ് മോഹിനിയാട്ടത്തിനെ കുറിച്ച് അറിയാം. മോഹിനിയാട്ടം ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിപ്പിച്ച് ഞങ്ങൾ കലോത്സവ വേദിയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തു. അടുത്ത വർഷം ഗ്രേഡ് വാങ്ങിച്ചു. കേരള ഡാൻസ് ലീഗ് എന്ന പരിപാടി നമ്മുടെ അമൃത ചാനലിൽ അവതരിപ്പിച്ചതിന് ശേഷം അവൾക്കൊരു കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ട് അതിന് ശേഷം എല്ലാം അപ്പോഴേക്കപ്പോഴേ പഠിക്കണം, ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം എടുത്ത് പ്രാക്ടീസ് ചെയ്യും. കൃത്യമായിട്ട് അവളുടെ തന്നെ കാര്യങ്ങളൊക്കെ മുറയിൽ ചെയ്തു തുടങ്ങി. ഇപ്പോൾ പല വേദികളിലും ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഓൺലൈൻ പരിപാടികളൊക്കെ ചെയ്തു. എല്ലാം എബിലിറ്റി ഉള്ളവരുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടാണ് ഇപ്പം 4 ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതിലുപരി ആർട്ട് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഭരതനാട്യം പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ട് അതിൽ എക്സലൻസ് അവാർഡ് ഒരു സർട്ടിഫിക്കറ്റ് ഇന്നലെയാണ് അയച്ചത്. പിന്നെ ബോംബെയിലെ ദൃശ്യ ദിവ്യാംഗ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളവരോട് പാർട്ടിസിപ്പേഷൻ ചെയ്ത് 2-3 കോമ്പറ്റീഷൻ ചെയ്തതിന് ശേഷം അവർ ക്ലാസിക്കൽ പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത്. ക്ലാസിക്കൽ പ്രിൻസസ് എന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് അവൾ ഇത്രയേറെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടോ? നാച്ചുറലായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവള് തന്നെ സ്വന്തമായിട്ട് എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. അതിനു വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അമ്മയുടെ പേര് പറയൂ. സജിത. ഓക്കെ. മോൾ എങ്ങനെയാ, കൊച്ചു കുറുമ്പത്തരൊക്കെ ഉണ്ടോ? അതെയോ നല്ല അനുസരണമുള്ള കുട്ടിയാണോ? വളരെ സൈലന്റ് ആണ്. എല്ലാവരോടും വലിയ സ്നേഹമാണ് അവൾക്ക്. അത് ശരി. ചെറിയച്ചന്മാരോടും മക്കളോടും എല്ലാവരും നല്ല സ്നേഹമാണ് അവൾക്ക്. കുറുമ്പൊന്നും ഇല്ല. അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ മോൾക്ക്? അവൾക്ക് കൂടുതൽ ചിക്കനോടോ ഇഷ്ടം. ആണോ? ഏറ്റവും ഇഷ്ടം എന്താ? ചിക്കന്റെ എന്ത് കിട്ടിയാലും നന്നായിട്ട് കഴിക്കും. അത് ശരി. പിന്നെ ചെറിയച്ഛന്റെ കാര്യം പറയൂ. ആക്ച്വലി ഞാനൊരു വോക്കൽ ട്രെയിനറാണ്. നമ്മള് ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ വീട്ടിൽ തന്നെ ഗുരുകുല സമ്പ്രദായത്തിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചെറിയ കുഞ്ഞുനാളിലെ കുറച്ച് ഈ ക്ലാസിക്കൽ മ്യൂസിക്സ് കേട്ടത് കൊണ്ട് കുറെ രാഗങ്ങൾ അവളുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല രാഗങ്ങളും കേട്ട് കഴിയുമ്പോൾ ഇൻ ബ്ലഡിൽ അത് വരികയാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അവൾക്കത് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും സന്തോഷം. നമുക്ക് നിങ്ങളെ കാണാൻ പറ്റി, നമ്മുടെ മോളുടെ പെർഫോമൻസ് കാണാൻ പോവാണ്. എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? താങ്ക് യു ഫോർ ഓൾ ക്രൂസ് ആൻഡ് ഹോസ്റ്റസ്. താങ്ക് യു സോ മച്ച്. പിന്നെന്താ, വന്നിട്ടില്ല? അവരോടൊക്കെ പറഞ്ഞോ എവിടെയാ വരണേന്ന് പറഞ്ഞോ? വന്നിട്ട് പറയണം. പറഞ്ഞോളൂ. സർപ്രൈസ് ആക്കിയിട്ടേ. വെരി ഗുഡ്. സർപ്രൈസ് കൊടുക്കണം നമ്മൾ എല്ലാവർക്കും. അപ്പൊ അവരോട് ഹായ് പറയൂ. ഹായ്. ഇനി അടുത്ത സർപ്രൈസ് ഇവിടെ എല്ലാരും കാത്തിരിക്കുന്ന മോളുടെ പെർഫോമൻസിനാണ്. റെഡി ആണല്ലോ? ഇനി ഒന്നും റെഡി ആവാനില്ല. ഏത് പാട്ടാ ചെയ്യുന്നത്? മാധവ കൃഷ്ണ. റെഡി. ഓൾ ദി ബെസ്റ്റ്.
ഏറ്റവും ഇഷ്ടം കൃഷ്ണനെയാണോ? അതെ കൃഷ്ണനെയാണ് ഇഷ്ടം. അതെ ഓക്കെ, അതുകൊണ്ടാണ് നമ്മള് കൃഷ്ണന്റെ ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്തല്ലേ? അതെ. ഓക്കെ, ചേച്ചി വരും. തീരുമാനം അടവൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ നല്ല വൃത്തിയായിട്ട് മിടുക്കിയായിട്ട് കളിച്ചു. ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര സന്തോഷമായി കാണും അല്ലേ? എല്ലാരും സർപ്രൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ടിവിയില്. അതെ അതെ. ഇത്രയും മിടുക്കിയായിട്ട് കൃഷ്ണന്റെ പാട്ടില് നമ്മുടെ മിടുക്കത്തി കുട്ടിയായിട്ട് കളിച്ചു. അപ്പൊ ഒരു ചെറിയൊരു സമ്മാനം ദായി ചേച്ചി തരും. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഷോക്കേസിൽ വെക്കണം. അതെ. ഓക്കെ, റെഡി. കലയ്ക്ക് ഒരു പരിമിതി ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു മിടുക്കി കലാകാരിയാണ് നമ്മുടെ രേവതി. എല്ലാ ആൾക്കാർക്കും ഇതേപോലുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും, പക്ഷെ നമ്മളാണ് അത് കണ്ടെത്തി കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത്. അതിനൊരു എക്സാമ്പിളാണ് മോള്. അപ്പം ഒരിക്കൽ കൂടി ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ വക വലിയ ഒരു താങ്ക്സ് ഇവിടെ വന്നതിനും പെർഫോം ചെയ്യുന്നതിനും. ഇനിയും ഒരുപാട് സ്റ്റേജിൽ മോൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ, നമ്മുടെ ഷോയിൽ തന്നെ ഇനിയും വരണം കേട്ടോ. പുതിയ പുതിയ ഡാൻസ് ആയിട്ട് പുതിയതായിട്ട് ക്ലാസിക്കൽ പഠിച്ചിട്ട് വരാം. പുതിയ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ട് വരണം. സെമി ക്ലാസിക്കൽ പഠിച്ചിട്ട് നമ്മുടെ മുന്നിൽ വരും. വെരി ഗുഡ്.